എന്നാ ഉണ്ട്, സുഖമല്ലേ? അപ്പം അങ്ങനെ ഞാനും ഒരു വ്ളോഗറായി, വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്ത കാരണം ഈ ദിവസത്തിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അങ്ങനെ രാവിലെ ഞാനും അച്ഛനോട് ഓഫീസിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. അപ്പം ഞങ്ങളുടെ ഓഫീസ് ഇപ്പോൾ റിനോവേഷൻ കാരണം ഷാർജയിലാണ് ഇപ്പോൾ ഓഫീസ്. അങ്ങനെ അച്ഛനോട് പയ്യും പറഞ്ഞ് ഞാൻ ദേ ഓഫീസിലെത്തി. അച്ഛന് പോകുന്ന വഴിക്ക് എന്നെ വിട്ടിട്ട് ആ വഴി വേണം അച്ഛന് പോകാൻ. അച്ഛന് പിന്നെ അവിടെ നിന്ന് ഒരു 30-40 മിനിറ്റ് ദൂരമുണ്ട്. അങ്ങനെ ഞാൻ പതുക്കെ ജോലിയൊക്കെ തുടങ്ങി, അതൊക്കെ ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്യാനും തുടങ്ങി. ഏത് സമയം പോകുന്ന സത്യം പറഞ്ഞോളൂ. അപ്പോഴത്തേക്ക് ഉച്ചയായിട്ട് ചേച്ചി തന്നെ സാലഡായിരുന്നു തന്നെ. സാലഡൊക്കെ കഴിച്ച് ഡയറ്റിൻ്റെ വിശേഷങ്ങൾ ബാക്കിയുണ്ട്. വൈകിട്ട് ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ നമ്മളിത് 6 മണിയായപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് അച്ഛൻ വിളിക്കാൻ വന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ വണ്ടിയുണ്ട്, ഏതാ വൈബല്ലേ. എന്നിട്ട് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ പെട്രോളൊക്കെ തീരെ വിലക്കുറവ്. അത് നമ്മൾ തിരിച്ച് ഓഫീസിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ന് കുറച്ചധികം പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരു പ്രത്യേകതയാണ് നമ്മുടെ ചേച്ചിയുടെ കല്യാണമാണ്. ചേച്ചിയുടെ, അതായത് കുക്ക് ചേച്ചിയുടെ ഇതിൻ്റെ കല്യാണമാണ്. നാട്ടിലിറങ്ങാൻ അടിച്ച് പൊളിക്കേണ്ട കല്യാണമാണ്. അപ്പം ലൈവിലൂടെ കാണാം. ബീങ് എ പ്രവാസി ഇസ്ൻ്റ് ഈസി എന്നല്ലേ. എന്താ അല്ലേ. അങ്ങനെ കല്യാണം കൂടാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങളെല്ലാവരും വിചാരിച്ചിട്ട് പുറത്തുനിന്ന് ഫുഡാക്കാം. അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഷാർജയിൽ ലുലുവിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് നമ്മളെന്നാൽ നോക്കിയപ്പോൾ ബാർബിക്യൂ നേഷൻ, എന്നാൽ ബാർബിക്യൂ നേഷനിലാകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പം എന്തോരം സാലഡാ. വേണ്ട കുറച്ച് സാലഡൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് കബാബ് വന്നു. കബാബ് കഴിച്ച് ഓരോ കബാബ് നമ്മളങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും ചേട്ടൻ കൊണ്ടുവന്ന് അടുത്ത ഓരോന്നും കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി. എന്തോരം ഫുഡായല്ലേ. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെയുള്ള കൗണ്ട് നമ്മൾ കഴിക്കണം. പലതരം വെറൈറ്റി ഫുഡ്സ് അതൊക്കെ കഴിച്ച് അവസാനം എൻ്റെ ഫേവറേറ്റ് പാർട്ടിലെത്തി, സ്വീറ്റ്സ്. ഇഷ്ടമുള്ള കുറേ സ്വീറ്റ്സൊക്കെ വാരി കോരിയിട്ട് അവസാനം അതും കഴിച്ച് വയറും ഫുള്ളായത് ഈ ഫ്ലാഗും കുത്തി ഞങ്ങൾ പിന്നെ നേരെ ഇറങ്ങി R&Bയിലൊക്കെ പോയി. R&B പോയിട്ട് ജസ്റ്റ് ചുമ്മാ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പക്ഷെ അവിടെ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തൊന്നുമില്ല. അവിടുന്ന് പതുക്കെ നമ്മൾ മാളിൽ നിന്ന് നേരെ ഇറങ്ങി പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് റൂമിലേക്കുള്ളവരാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ലായിരുന്നു ഇന്നത്തെ ദിവസത്തിന് കുറച്ചധികം പ്രത്യേകത ഉണ്ടെന്ന്. ഒന്ന് കല്യാണമായിരുന്നു നമ്മുടെ ചേച്ചി. പിന്നെ അങ്ങനെ ഞാനും ഒഫീഷ്യൽ പ്രവാസി ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രവാസി ജീവിതം നമ്മൾ സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കാണുന്ന പോലൊന്നും അല്ല. ഇവിടെ വരുമ്പോഴാണ് എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാകും. നാളങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടുന്നില്ല. അപ്പം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഇനി അടുത്ത സീരീസിൽ കാണാം. അപ്പോൾ ശരി, എന്നാൽ ഞാനങ്ങോട്ട്